തൃശൂർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. കൊച്ചിയിൽ 4000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈ ഡോക്ക്, ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇമ്പോർട്ടഡ് ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന വൻകിട പദ്ധതികൾ. കൊച്ചി കപ്പൽശാലയിൽ 1799 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ന്യൂ ഡ്രൈ ഡോക്ക് മാരിടൈം രംഗത്തെ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വൈഭവവും പദ്ധതി നിർവഹണ വൈദഗ്ധ്യവും വിളിച്ചോതുന്നതാണ്. 7000 ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനി അടക്കമുള്ള കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി ഇവിടെയുണ്ട്. 2000 പേർക്ക് നേരിട്ടും 6 ഇരട്ടിയോളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. കൊച്ചിയെ ഒരു ആഗോള കപ്പൽ റിപ്പയർ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി സജ്ജമാക്കിയിട്ടുള്ളത്. 6000 ടൺ ശേഷിയുള്ള ഷിപ്പ് ലിഫ്റ്റ് സിസ്റ്റം, 6 വർക്ക് സ്റ്റേഷനുകൾ, 7 കപ്പലുകളെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന 1400 മീറ്റർ ബർത്ത് തുടങ്ങിയവ ISRFന്റെ മാത്രം സവിശേഷതകളാണ്. കൊച്ചിയിലെ പുതുവൈപ്പിനിലാണ് 1236 കോടി രൂപ ചെലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ LPG ഇമ്പോർട്ട് ടെർമിനൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 3.5 കിലോമീറ്റർ ക്രോസ് കൺട്രി പൈപ്പ് ലൈനിലൂടെ മൾട്ടി യൂസർ ലിക്വിഡ് ടെർമിനൽ ജെട്ടിയുമായി ബന്ധിപ്പിച്ച അത്യാധുനിക ടെർമിനലിന് 1.2 MMTPA ശേഷിയുണ്ട്. ദക്ഷിണേന്ത്യയിലെ LPG ആവശ്യകത നിറവേറ്റാൻ കഴിയുന്ന വിധത്തിലാണ് തന്ത്രപ്രധാന സ്ഥലമായ കൊച്ചിയിൽ ഇത് ഒരുക്കിയിട്ടുള്ളത്.